കല്യാണമാ. അതാരുടെ കൂടെ? ഞാൻ മാധവേട്ടനോട് എപ്പോഴും പറയാം മോഷ്ടിക്കല്ലെന്ന്. എന്റെ അച്ഛനടുത്ത് കുറെ പൈസ ഉണ്ടല്ലോ, അതെടുത്ത് ജീവിച്ചാ പോരാ, പിന്നെന്തിനാ മോഷ്ടിക്കേണ്ട ആവശ്യം. പക്ഷെ മാധവേട്ടൻ പറയാ എനിക്ക് മോഷ്ടിക്കുന്ന ശീലായി പോയി. അല്ല അതും പോരണ്ട് ഇപ്പൊ പറയാ രാത്രി കക്കാൻ പോകുമ്പോ പ്രേതത്തിനൊക്കെ പേടിയാ നീയും വാടി രുക്മണിന്ന്. എനിക്ക് പ്രേതത്തിനും പേടിയില്ല. ഗ്രാനിനെ കണ്ടാ ഗ്രാനിയുടെ വടിയെടുത്ത് തലക്കെട്ടടിച്ച് കൊല്ലും. എന്റെ ബെസ്റ്റിയുടെ കല്യാണം നടക്കുന്നത് നാളെയാ. അപ്പോ അവൾക്ക് വേണ്ടി എന്റെ കയ്യിൽ പൈസ ഇല്ല. അത് കാരണം ഞാൻ അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഈ മോഷ്ടിക്കുന്നത്. ബെസ്റ്റിയുടെ കല്യാണം നടത്താൻ മോഷ്ടിക്കുന്നത്. കമ്മണി കേശുവുമായിട്ട് കല്യാണം കഴിക്കുന്ന പറഞ്ഞു. കേശു അതാരാ? ആദികേശു. ഇന്നലെ തീരുമാനിച്ചു. അപ്പൊ നാളെയാണ് കല്യാണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പൈസ എനിക്ക് മോഷ്ടിക്കണം. അതാണ്. അപ്പൊ നവനീതോടൻ യാമിയെ കെട്ടിയതോടുകൂടി കൺമണിക്കുട്ടി മാറി. അതിനാണ് മോഷ്ടിക്കുന്നത്. അതെ, പോരാത്ത ഇന്നലെ കല്യാണം തീരുമാനിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞു. ഇപ്രാവശ്യം അവരുടെ കല്യാണം എനിക്ക് തന്നെ അറിയാം. എന്റെ കല്യാണം. കല്യാണം കഴിച്ചു അവസാനം. പിന്നെ ഈ മാലിട്ടേക്കുന്ന കല്യാണത്തിന് വേണ്ടിയല്ലേ? അതെ അതെ അതെ. നിങ്ങള് ഹാപ്പി ആണല്ലോ അല്ലേ? മാധവന് ഇത്ര ഇഷ്ടമെന്ന് പറഞ്ഞ പിന്നെ പോടാന്നൊക്കെ പറയണ എന്തിനാ? മാധവന് ഇഷ്ടമായത് കൊണ്ട് ഇങ്ങനെ ചുമ്മാ എന്നെ ഇങ്ങനെ ഞാൻ കുളിച്ചായിരുന്നു. ഇവൻ കുളിച്ചില്ലേ? മാധവൻ കുളിച്ചില്ലേ? മാധവൻ കുളിച്ചില്ല. ഞാൻ കുളിച്ചു പല്ലേച്ചു മുടി നേരെയാക്കി ഡ്രസ് ഇട്ടു ഇവിടെ വന്നു. പിന്നെ കല്യാണമാകുമ്പോ പിന്നെ കുളിക്കണ്ടേ അല്ലേ? ശരിക്കും കുളിച്ചില്ല. കുളിച്ചിട്ട് വന്നാ മതി. ഇവള് കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നതേ പച്ചക്കള്ളം. എന്നിട്ട് എന്നെ തൊടാൻ വരുക. അല്ല അതെ ഞാൻ വൃത്തിയായിട്ട് പുഴയിലൊന്നും അല്ല ഒഴുകിയത്. ഞാൻ എന്റെ വീട്ടിലത്തെ ഷവറിലാ കുളിച്ചേ. ഇന്നലെ മോഷ്ടിക്കാൻ പോയിട്ട് വന്നിട്ട് എന്റെ ടാങ്ക് ഫുള്ളും ക്ലീൻ ആക്കുന്നതാ ഡെയിലി. യാമിക്കുട്ടി ഇന്നലെ മോഷണം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ പോയി കുളിച്ചിട്ടാണ് കല്യാണത്തിന്. ഷവറില് ഞാനും കുളിച്ചില്ല. ഞാൻ കുളിക്കാൻ പോവാൻ വേണ്ടി തോർത്തതാ. കുളിച്ചില്ലേ? കുളിക്കാൻ വേണ്ടി തോർത്തതാ. അപ്പൊ ഇവൻ വന്ന് എന്നെ തൊടുക. ഞാൻ എന്റെ നല്ല പെർഫ്യൂം ഒക്കെ വെച്ച് ഞാൻ അവളെ ഒന്ന് സെറ്റപ്പ് ആക്കി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണല്ലോ അല്ലേ? ബെസ്റ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വിഷമം വല്ലതുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഹാപ്പിയാണ്, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കല്യാണം എല്ലാരും കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കല്യാണ പെണ്ണും ചെക്കനും അങ്ങോട്ട് പോവാം. ബാ, കൈ പിടിക്കാം. ബാ. എന്തൊക്കെ കാണണോ അല്ലേ? എന്തായിരുന്നു? നമുക്ക് സാക്ഷികളാവാൻ പറ്റിയല്ലോ ഈ മുഹൂർത്തത്തിന്. ശരിക്കും ഇനി നടത്തണം. ഒന്ന് കഴിഞ്ഞില്ലേ? അപ്പൊ ഇതിപ്പോ എന്തായിരുന്നു? നീ എന്താ വേണ്ടേ? ഇനി ബിരിയാണി നമുക്കില്ലേ ബിരിയാണി നമുക്ക് ക്യാൻറ്റീനിൽ കഴിക്കാം. അങ്ങനെയല്ല, ഇത് ഒറിജിനലായിട്ട് സദ്യയൊക്കെ വേണം. അതാണ് കാര്യം. വാഴയിലിട്ട് പിന്നെ അതിനിങ്ങനെ കോരി കളിക്കാൻ കല്യാണല്ലേ? ഇതൊന്നും പോരാ. ഒരു സദ്യ ശരിക്കും ഇവളുടെ വിചാരം കല്യാണം കഴിഞ്ഞു വിചാരിച്ചേക്കണേ. സദ്യ വേണം ഇനി. ഇതൊന്നും പോരാ. എന്റെ കയ്യിലുള്ള പൈസ വെച്ച് ഞാൻ നിനക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ? ഈ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? എല്ലാവരും ഒന്നായിട്ട് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അതിന് നല്ലൊരു കഴിവ്. ബിരിയാണി വാങ്ങിച്ചു തരാട്ടാ. ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം. അടുത്ത പ്രാവശ്യം നമ്മുടെ അടുത്ത പ്രാവശ്യം എന്റെ കല്യാണോ? അതാരുടെ കൂടെ? അത് കഴിച്ചു. അത് പറഞ്ഞോടനെ അവനെ അതാരുടെ കൂടെ?
നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, പക്ഷെ അടുത്ത ദിവസം റിജ്വലിലൂടെ റിജ്വലിന്റെ കൂടെ കല്യാണം. നീ ഇനി എന്റെ കൂടെ കല്യാണം കഴിച്ചാ പിന്നെ നീ എന്റെ സ്വന്തമാണ്. പോവില്ല. എന്റെ സ്വന്തമാണ് പിന്നെ. എന്റെ കയ്യിൽ നിന്ന് പോകില്ല. ഉറപ്പായിട്ടും കല്യാണം കഴിക്കും എന്നിട്ടിപ്പൊ കല്യാണം കഴിച്ചല്ലോ.